എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ വൺ ഡയമെൻഷണൽ മോഷൻ അല്ലെങ്കിൽ മോഷൻ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. കുറേ പ്രോബ്ലംസ്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുക. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ കാർ ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 54 km/h is brought to rest in 90 seconds. Find the distance traveled by the car before coming to rest. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് നിങ്ങളുടെ സ്കൂളിലെ തിയറി പാർട്ടിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. തന്നിരിക്കും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാകുന്ന ക്വാണ്ടിറ്റികളെല്ലാം അവിടെ എഴുതി വയ്ക്കുക. കറസ്പോണ്ടിങ് SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തും വയ്ക്കുക. ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളാം. ഇതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ കാർ ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ദാറ്റ് ഈസ് u, ഇനിഷ്യൽ വെലോസിറ്റി 54 km/h. ഇത് നമ്മളുടെ യൂണിറ്റ് അല്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു 54 × 5 ഡിവൈഡഡ് ബൈ 18 m/s. km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ വേണ്ടി 5/18. ദിസ് ഈസ് ഈക്വൽ ടു 3 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 15 m/s. u brought to rest എന്ന് വെച്ചാൽ ഫൈനലി റെസ്റ്റിലായി, ഫൈനൽ വെലോസിറ്റി 0. എത്ര സമയം കൊണ്ട്? ഇൻ എ ടൈം ഓഫ് 90 seconds. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി t. എന്ത് തന്നിട്ടില്ല? ആക്സലറേഷൻ തന്നിട്ടില്ല. കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് ട്രാവൽഡ് s കണ്ടുപിടിക്കുകയും ചെയ്യണം. ആക്സലറേഷൻ തന്നിട്ടില്ല. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒന്നിൽ ആക്സലറേഷൻ കണ്ടുപിടിച്ചിട്ട് ചെയ്യുക. ആക്സലറേഷൻ a is equal to v minus u divided by t. That is final velocity minus 15 divided by 90. That is equal to minus 15 divided by 90. That is equal to minus 1/6 m/s². Okay. ഇത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? യൂസ് ദ ഇക്വേഷൻ v² is equal to u² plus 2as. Final velocity square is equal to initial velocity, that is it is equal to 15, that is 15 square a minus 2 × 1/6a into s. Therefore s divided by 3, ഇത് cancel ആയിട്ട് 3, s by 3 is equal to 15 square. Therefore s is equal to 225 into 3, that is equal to 775 meter. This is the answer. അപ്പൊ നമ്മളിവിടെ എ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ചെയ്തത്. എ കണ്ടുപിടിക്കാതെയും ഇത് ചെയ്യാം, കണ്ടുപിടിക്കാതെയും ചെയ്യാം. എ കണ്ടുപിടിക്കാതെ ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഓർക്കുക. s is equal to ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. നമ്മൾ എവിടെ പഠിച്ചിരുന്നു? ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്തപ്പോൾ പഠിച്ചിരുന്നു. s is equal to ആവറേജ് വെലോസിറ്റി. s is equal to ആവറേജ് വെലോസിറ്റി എടുത്തപ്പോൾ നമുക്ക് എന്തായിരുന്നു? u plus v divided by 2 into t. ദാറ്റ് ഈസ് s is equal to, അപ്പൊ വേറെ ഒന്നും ചെയ്യണ്ടേ അവിടെ. ഇനിഷ്യൽ വെലോസിറ്റി 15 plus 0 divided by 2 into t. t എത്രയാണ് ഇവിടെ തന്നിരിക്കുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 90 seconds. Therefore it is equal to 15 into 40, 45. into 15 എത്ര വരും? ഇത് കിട്ടണം. ഇത് കിട്ടിയില്ലേ നമ്മൾ ചെയ്തല്ല, ഏതോ ഒരെണ്ണം തെറ്റി. 5 2 2 5 4. That is, it is equal to 675. Okay, ഇത് 775 അല്ല, 675. 200 into 3 എന്ന് പറയുന്നത് 600. 25 into 3 എന്ന് പറയുന്നത് 7. Therefore രണ്ട് രീതി. അപ്പൊ ഇവിടെയാണെങ്കിൽ നമുക്ക് എന്താണ് ഗുണം? ഇവിടെയാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ആൻസർ കിട്ടി. ഇത്ര ആക്സലറേഷൻ കണ്ടുപിടിക്കേണ്ടി വന്നില്ല. ആക്സലറേഷൻ കണ്ടുപിടിച്ച് വേണമെങ്കിലും ചെയ്യാം. ഐഡിയ ഉണ്ടെങ്കിൽ ഇതും ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനകത്തേക്ക് നമ്മൾ പോകുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ ബോഡി ട്രാവൽ 4 meter ടുവേഴ്സ് ഈസ്റ്റ് ദെൻ 3 meter നോർത്ത്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. അത് ചുമ്മാ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് ഒക്കെ പറയുമ്പോൾ നമ്മൾ വരയ്ക്കുക. നോർത്ത് എന്ന് പേപ്പറിനകത്ത് എപ്പോഴും നമ്മൾ വരയ്ക്കുന്നത് മുകളിലേക്കാണ്. മുകളിലേക്ക് നോർത്ത്. മുകളിലേക്ക് നോർത്ത് ആണെങ്കിൽ റൈറ്റ് സൈഡ് ഈസ്റ്റ്. പിന്നെ ബാക്കിയൊക്കെ ഓർത്തുക, ഈസ്റ്റ് വെസ്റ്റ് സൗത്ത്. ആദ്യമേ ബോഡി എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? ബോഡി ട്രാവൽ 4 meter ടുവേഴ്സ് ഈസ്റ്റ്. 4 meter ഈസ്റ്റിലേക്ക് വന്നു. അവിടെ നിന്ന് അയാൾ എങ്ങോട്ടേക്ക് പോയി? 3 meter നോർത്തിലേക്ക് പോയി. അവന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്ര? ഡിസ്പ്ലേസ്മെന്റ് 4 + 3. ഡിസ്റ്റൻസ് എത്ര? സോറി, ഡിസ്പ്ലേസ്മെന്റ് ഇതാണ്. ഡിസ്പ്ലേസ്മെന്റ് ഇസ്
S is equal to root of 4 square plus 3 square. That is, it is equal to 5. Displacement. എന്നാൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദ പാത്ത് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 4 plus 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 meter. ദിസ് ഈസ് ദ ആൻസർ. ഇത് പൈതഗോറസ് തിയറം നമ്മൾ എടുത്തു. പൈതഗോറസ് തിയറം S ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 square plus 3 square. സിമ്പിൾ. ഇതൊക്കെ ഒരു ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ ഇട്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 3. An athlete complete half of a round of a circular track of radius. അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ട്രാക്ക്, സർക്കുലർ ട്രാക്ക്, അയാൾ അതിന്റെ പകുതി മാത്രമേ സഞ്ചരിച്ചുള്ളൂ. പകുതി ദൂരം സഞ്ചരിച്ചു. അപ്പൊ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അയാൾ ദാ ഇവിടെ എത്തിച്ചേർന്നു, ഇതിലേക്ക് ഇറങ്ങി ഇവിടെ വന്നു. ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 ആണെങ്കിൽ അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ് എ ആണ്, എൻഡ് ചെയ്തത് ബിയിൽ വന്ന് എൻഡ് ചെയ്തു. What is the distance traveled and displacement? Displacement is the shortest distance from A to B. That is, it is equal to 2r. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു 2r. അതിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? ഒരു സർക്കിളിന്റെ ടോട്ടൽ ലെങ്ത് 2πr. അതിന്റെ പകുതിയാവുമ്പോൾ πr. ദിസ് ഈസ് ദ ആൻസർ. ഓർത്തോണം. ചിലപ്പോൾ ചോദിക്കുന്നത് ഇവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ ആവറേജ് വെലോസിറ്റി എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ ഡിസ്പ്ലേസ് 2ra by time. 2ra divided by സ്പീഡ് ആണെങ്കിൽ πra by time. മനസ്സിലായോ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ ഈസ് ഈക്വൽ ടു സ്പീഡ്, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഈസ് ഈക്വൽ ടു. അപ്പൊ ഇത് രണ്ടും ഓർത്തിരിക്കുക. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 4. എ ട്രെയിൻ കവേഴ്സ് ദ ഫസ്റ്റ് ഹാഫ് ഓഫ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 stations at a speed of 40 km/h and the other half with 60 km/h. വാട്ട് ഈസ് ആവറേജ് സ്പീഡ്? നമ്മൾ നോക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്. ഒരാള് എയിൽ നിന്നും ഈ സ്റ്റേഷനിലേക്ക് പോകുന്നു, ബി എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് പോകുന്നു. ഫസ്റ്റ് ഹാഫ് v1 വെലോസിറ്റിയിലും അടുത്ത ഹാഫ് v2 വെലോസിറ്റിയിലുമാണെങ്കിൽ ആവറേജ് വെലോസിറ്റി എത്ര? v1 എന്ന് പറയുന്നത് എത്രയാണ്? v1 ഈസ് ഈക്വൽ ടു 40 ആൻഡ് നെക്സ്റ്റ് 40യും അടുത്തത് 60യും. ഇവിടെ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യാൻ ചാൻസ് എന്താണെന്ന് അറിയാമോ? ആവറേജ് വെലോസിറ്റി ചോദിക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു v1 plus v2 divided by 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 40 plus 60 divided by 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 50 km/h എന്ന് എഴുതി വെക്കും. ഇത് തെറ്റാണ്. ഇത് മീൻ വെലോസിറ്റിയാണ്. രണ്ടും കൂടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് മീൻ വെലോസിറ്റിയാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? നമുക്ക് പഠിച്ചിട്ടുണ്ട് നമ്മൾ. ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അപ്പൊ ഇവിടെ നമുക്ക് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടില്ല. ഞാൻ ഇതിനെ എസ് എന്ന് എടുക്കുന്നു, ഇതിനെയും ഞാൻ എസ് എന്ന് എടുക്കുന്നു. കാരണം ഫസ്റ്റ് ഹാഫ് നെക്സ്റ്റ് ഹാഫ് ഓഫ് എസും എസും. Therefore it is equal to s plus s divided by ഇവിടത്തെ ടൈം t1ഉം ഇവിടത്തെ ടൈം t2ഉം ആണെങ്കിൽ t1 plus t2. ആവറേജ് വെലോസിറ്റി ഈസ് ടോട്ടൽ. പക്ഷെ t1 ഉം t2 നമുക്കറിയത്തില്ല. അതിന് നമുക്ക് എന്ത് ചെയ്യാം? 2s divided by t1 is equal to s by v1 and t2 is equal to s divided by v2. Or answer is equal to 2s divided by s നെ ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു. 1 by v1 plus 1 by v2 is equal to v1 v2 upon v1 plus v2. LCM എടുത്തു. എസും എസും കൂടെ ക്യാൻസൽ ആയി. v1 v2 മോളിൽ പോകുമ്പോൾ ആൻസർ 2v1 v2 divided by v1 plus v2. This is the equation for average velocity when the particle travel first half with velocity v1 and the next half with velocity v2 ആണെങ്കിൽ ആവറേജ് വെലോസിറ്റി ഇക്വേഷൻ ഇതാണ്. അപ്പോൾ നമ്മുടെ ശരിക്കുമുള്ള ആൻസർ എന്ത് വരണം? ശരിക്കുമുള്ള നമ്മുടെ ആൻസർ വരേണ്ടത് ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2 into 40 into 60 divided by 60, 40 plus 60. That is, it is equal to 2 into 2400 divided by 100. 100ന്റെ ഇതും കൂടെ പോയിട്ടാൽ that is 48 km/h ആണ്. നമ്മൾ നേരത്തെ 50 അല്ലേ എഴുതി വെച്ചത്. 60 plus 40 divided by 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 50 ആണ്. 50 അല്ല, 48 ആണ്. അപ്പൊ ഇത് ഓർത്തിരിക്കണം. ഇവിടെ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, അപ്പൊ ഇതിന്റെ ആൻസർ കിട്ടിയ മനസ്സിലായല്ലോ. ഞാൻ പറയുന്ന ഒരു കാര്യം ഇവിടെ വീണ്ടും ഞാൻ നിങ്ങളടുത്ത് പറയുകയാണ്. ശ്രദ്ധിച്ചോളാം. അതിനകത്ത് നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് ഉള്ളത് പറയുക.
ഇതെല്ലാം കളഞ്ഞിട്ട് ഫസ്റ്റ് ഹാഫ് വിത്ത് വെലോസിറ്റി, നെക്സ്റ്റ് ഹാഫ് വിത്ത് വെലോസിറ്റി v2, then what is average velocity? ഇവിടെ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2. ഇവിടെ ആവറേജ് സ്പീഡ് നമ്മുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും ആൻസറിന് വ്യത്യാസമില്ല, 2v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2, ബിക്കോസ് ഇവിടെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും ഒന്ന് തന്നെയാണ്. എന്നാൽ സെയിം ക്വസ്റ്റൻ അത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എ പാർട്ടിക്കിൾ ട്രാവൽ ഫ്രം വൺ സ്റ്റേഷൻ ടു അനദർ വിത്ത് വെലോസിറ്റി v1 ആൻഡ് റിട്ടേൺസ് ബാക്ക് വിത്ത് വെലോസിറ്റി v2. ഇപ്പൊ രണ്ട് ഡിസ്റ്റൻസ് ഈക്വൽ ആണ്, അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് വന്നത് ഈക്വൽ ആണ്. ഇവിടെ നമ്മുടെ ചോദിക്കും വാട്ട് ഈസ് ആവറേജ് വെലോസിറ്റി എന്ന് ചോദിക്കും. ഇവിടെ നമ്മുടെ ആവറേജ് വെലോസിറ്റി ചോദിച്ചാൽ ശ്രദ്ധിച്ചോണം, ഇവൻ തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചു വന്നു. അതിന്റെ അർത്ഥം ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0 ബിക്കോസ് ഡിസ്പ്ലേസ്മെന്റ് 0, തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തി. എന്നാൽ ഇവിടെ ആവറേജ് സ്പീഡ് ചോദിച്ചാൽ അതിന് വ്യത്യാസമില്ല, 2v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2. പഠിച്ചു വെക്കുക. മനസ്സിലാകുന്നുണ്ടല്ലോ? പഠിച്ചു വെക്കാം. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5. A train of length 150 meter length is going towards north. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് നോർത്ത് എന്ന് എടുക്കാം, മേലോട്ട് വരയ്ക്കണ്ട, ഇങ്ങനെ എടുക്കാം. നോർത്തിലേക്ക് ഒരു ട്രെയിൻ പോവുകയാണ്. നോർത്ത് ഈസ്റ്റും വെസ്റ്റും സൗത്തും എല്ലാം കൂടെ വരികയാണെങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡയറക്ഷനൊക്കെ വേണ്ടത്. ഇങ്ങനെ ഒരു ട്രെയിൻ നോർത്തിലേക്ക് പോകും വിത്ത് എ വെലോസിറ്റി ഓഫ് 10 meter per second. അപ്പൊ ഇവന്റെ വെലോസിറ്റി ഞാൻ v1 എന്നെടുത്തു. ദാറ്റ് ഈസ് v1 ഈസ് ഈക്വൽ ടു 10 meter per second. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? എ പാരറ്റ് ഫ്ലൈസ് അറ്റ് എ സ്പീഡ് ഓഫ് 5 meter per second ടുവേർഡ്സ് സൗത്ത്. ഒരു പാരറ്റ് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്യുകയാണ്. ഇത് ട്രെയിൻ, ഇത് പാരറ്റ്. അവൻ മൂവ് ചെയ്യുന്ന വെലോസിറ്റി v2, ദാറ്റ് v2 ഈസ് ഈക്വൽ ടു 5 meter per second. ഈ ട്രെയിനിനെ പാരറ്റ് ക്രോസ് ചെയ്യാൻ എത്ര ടൈം എടുക്കും? ക്രോസിംഗ് ടൈം ആണ് ക്വസ്റ്റ്യൻ. ക്രോസിംഗ് ടൈമിന് ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ട്, പഠിച്ചു വെക്കുക. ക്രോസിംഗ് ടൈം ഈസ് ഈക്വൽ ടു റിലേറ്റീവ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി. റിലേറ്റീവ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി. നമ്മൾ നേരത്തെ റിലേറ്റീവ് വെലോസിറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു. അതിനകത്ത് ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞിരുന്നു, രണ്ട് ബോഡികൾ ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ രണ്ടും കൂടി ആഡ് ചെയ്യണം. അതായത് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ പോകുന്നു, അതിനൊരു എക്സ്പ്രസ് ഓവർടേക്ക് ചെയ്യുന്നു എന്ന് കരുതുക. അപ്പൊ നമ്മളിങ്ങനെ പൊക്കോണ്ടേയിരിക്കണം, ഇയാൾ വന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് തോന്നുന്നത് എക്സ്പ്രസ് പതുക്കെ കയറി പോകുന്നതായിട്ടാണ് തോന്നുന്നത്, സ്പീഡിൽ പോകുന്നതായിട്ട് തോന്നുന്നില്ല. അതേസമയം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു സ്പീഡ് ബസ് ഓപ്പോസിറ്റ് വരികയാണെങ്കിലോ പെട്ടെന്ന് കടന്നു പോകും. അപ്പൊ രണ്ടുപേര് ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ രണ്ടും കൂടി ആഡ് ചെയ്യണം. അപ്പൊ അത് ഓർത്തിരിക്കുക. അത് നിങ്ങളൊന്ന് എഴുതിക്കോണം അവിടെ. ഇഫ് ടു ബോഡീസ് ആർ മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ then relative velocity is equal to v1 plus v2. If two bodies are moving in the same direction, ഇത് ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്താൽ, സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു v1 മൈനസ് v2. അപ്പൊ ഇവിടെ ഇവർ രണ്ടുപേരും കൂടി ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്യല്ലേ, അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ഇയാൾക്ക് ക്രോസ് ചെയ്യേണ്ടത് ഇവിടം മുതൽ ഇവിടം വരെയാണ് ക്രോസ് ചെയ്യേണ്ടത്. അപ്പൊ ഇയാളുടെ ട്രെയിനിന്റെ ലെങ്ത് L ആണെങ്കിൽ റിലേറ്റീവ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു L divided by v1 plus v2. This is the crossing time here. എന്നാൽ പാരറ്റ് അങ്ങോട്ട് ഫ്ലൈ ചെയ്യുകയായിരുന്നെങ്കിൽ v1 മൈനസ് v2 വന്നേനെ. അപ്പൊ ഇവിടെ റിലേറ്റീവ് ഡിസ്റ്റൻസ് എത്രയാണ്? ട്രെയിനിന്റെ ലെങ്ത് എത്രയാണ്? 150 meter. Therefore it is equal to 150 divided by 10 plus 5, that is equal to 10 seconds. This is the answer. ഓപ്പോസിറ്റ് ആയിരുന്നെങ്കിൽ 10 minus 5 വന്നേനെ, that is 150 divided by 5 എന്ന് വന്നേനെ. ഇഷ്ടംപോലെ ടൈം എടുക്കും. ഓക്കെ, ഇത് പഠിച്ചു വയ്ക്കുക. ക്രോസിംഗ് ടൈം ഈസ് ഈക്വൽ ടു റിലേറ്റീവ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6. The velocity of a car traveling on a straight road is given by the equation v is equal to 6
plus 80 minus t square. This is ചോദിച്ചിരിക്കുന്നത് where v is in meter per second and t in seconds. What is the instantaneous acceleration കണ്ടുപിടിക്കണം at time t is equal to 4.5 seconds. Instantaneous acceleration. Simple. Velocity differentiate ചെയ്തു കഴിഞ്ഞാൽ acceleration കിട്ടും. That is acceleration is equal to dv by dt. പഴയ differentiation ഒക്കെ ഓർത്ത് തിരിച്ച് ചികഞ്ഞെടുക്കുക. That is it is equal to d by dt of 6 plus 80 minus t square. That is equal to d by dt of 6 plus d by dt of 80 minus d by dt of t square. 6 differentiate ചെയ്തു കഴിഞ്ഞാൽ ആൻസർ 0. 8 കോൺസ്റ്റന്റ് പുറത്തെടുത്തു 8 into dt divided by dt. ഇവനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2t raised to 2 minus 1. Therefore answer is equal to 8 minus 2t. That is equal to a. 8 minus 2t. എപ്പോഴത്തെ ആക്സലേഷൻ ആണ് ചോദിച്ചിരിക്കുക 4.5 സെക്കൻഡ്സ്. അതുകൊണ്ട് ടിയുടെ സ്ഥാനത്ത് 4.5 ഇടുക. ദാറ്റ് ഈസ് 8 മൈനസ് 2 into 4.5. That is equal to minus 1 meter per second square. This is the answer. സംശയം ഉണ്ടെങ്കിൽ റീപ്ലേ ചെയ്ത് വീണ്ടും വീണ്ടും കാണുക. എവിടെയെങ്കിലും ഇതൊക്കെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിഫറൻഷിയേഷൻ പോയി നന്നായിട്ട് പഠിക്കുക. പഠിച്ചിട്ട് വന്നാൽ ഇത് ചെയ്യാം. ഓക്കെ. ആക്സലറേഷൻ അറ്റ് ടി 4.5. അപ്പോൾ ടി ആക്സലറേഷൻ അത് ടി ഉണ്ടെങ്കിൽ ആ ടിയുടെ സ്ഥാനത്ത് 4.5 ഇടണം. ഇനിഷ്യൽ ആക്സലറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിയുടെ വാല്യൂ 0 കൊടുക്കണം. അതും കൂടെ എഴുതിക്കോ. ഇനിഷ്യൽ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു 8 when t is equal to 0. 8 meter per second square. ഇനിഷ്യൽ ആക്സലറേഷൻ എന്ന് ചോദിച്ചാൽ എപ്പോഴും ടിയുടെ വാല്യൂ 0. ടി ഉണ്ടെങ്കിൽ ടിയുടെ വാല്യൂ 0 ഇട്ട് കൊടുക്കുക. അതാണ് ഇനിഷ്യൽ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 7. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. എ ബോയ് ത്രോസ് എ ബോൾ വിത്ത് എ വെലോസിറ്റി 10 meter per second vertically upward. വാട്ട് ഇസ് ആ ഹൈറ്റ് റീച്ച്ഡ്? സിമ്പിൾ. ഇവിടെ നിന്ന് ഇവൻ എറിയുന്ന വെലോസിറ്റി u, ആക്സലറേഷൻ g, താഴേക്ക് നെഗറ്റീവ്. ഇവൻ ഇവിടെ എത്തിച്ചേർന്നു. ഫൈനൽ വെലോസിറ്റി 0. എസ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക. ജിയുടെ വാല്യൂ 10 എന്ന് എടുക്കാനും പറയുന്നുണ്ട്. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ്, ആക്സലറേഷൻ. യൂസ് ദ ഇക്വേഷൻ v square is equal to u square plus 2as. ഫൈനൽ വെലോസിറ്റി സ്ക്വയർ is equal to ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? 10 സ്ക്വയർ പ്ലസ് 2 into minus 10 into h. Therefore 20h is equal to 100. Therefore h is equal to 100 divided by 20. That is equal to 5 meter. This is the answer. Simple അല്ലേ? ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. The initial velocity of a particle moving in a straight line is equal to 10 meter per second. And the retardation, that is acceleration, is equal to minus 2 meter per second square. That is retardation means deceleration. Okay. What is the distance traveled with the particle in the 5th second? Sn ആണ് കണ്ടുപിടിക്കേണ്ടത്. n ന്റെ വാല്യൂ 5 ആണ്. ഇക്വേഷൻ എഴുതുക. Distance traveled in nth second, Sn is equal to u plus a into n minus half. Here u is equal to 10 plus acceleration minus 2 into 5 minus half. 5 minus half എന്ന് പറഞ്ഞാൽ 4.5. That is equal to 10 minus 2 into 4.5. That is equal to 10 minus 9 or it is equal to 1 meter. This is the answer. Last second സഞ്ചരിച്ച distance 1 meter. Clear? അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9. നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഞാൻ നമ്മുടെ ചുമ്മാ സമയം കളയാതിരിക്കാൻ വേണ്ടി സ്പീഡിൽ അങ്ങ് പോകുന്നു. നിങ്ങളിത് സംശയം ഉണ്ടെങ്കിൽ വീണ്ടും റീപ്ലേ ചെയ്ത് പ്രോബ്ലംസ് നന്നായിട്ട് ചെയ്ത് പഠിക്കണം. ഒരു ഫിസിക്സിനകത്തേക്കുള്ള പ്രോബ്ലംസ് നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്ന ഒരാൾക്ക് ഫിസിക്സ് അറിയാമെന്നാണ് അതിൻ്റെ അർത്ഥം. ഫിസിക്സ് നല്ലോണം അറിയാവുന്ന ഒരാൾക്ക് പ്രോബ്ലം ചെയ്യാൻ അറിയാൻ വയ്യെങ്കിൽ നമ്മൾ തിയറി പഠിച്ചു വെച്ചിരിക്കുന്നു, പ്രോബ്ലം അറിഞ്ഞില്ല. അതിൻ്റെ അർത്ഥം ഫിസിക്സ് നന്നായിട്ട് മനസ്സിലായില്ലെന്നാണ്. പ്രോബ്ലം ചെയ്യാൻ നന്നായിട്ട് പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 9. എ പാർട്ടിക്കിൾ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് എ സ്പീഡ് ദാറ്റ് ഈസ് u is equal to 98 meter per second. What is the time taken to reach to the back? തിരിച്ചു വരാനെടുത്ത ടോട്ടൽ ടൈം എത്രയാണ്? രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്ന്, ഇവിടെ നിന്ന് ബോഡിയെ നമ്മൾ എടുത്തെറിഞ്ഞ വെലോസിറ്റി 98, ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ അവന്റെ വെലോസിറ്റി 0. ടി എയുടെ വാല്യൂ g is equal to minus 9.8.
കാരണം ബോഡി മുകളിലേക്ക് പോകുമ്പോൾ ആക്സലറേഷൻ താഴേക്കാണ്. എന്നിട്ട് നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കുക? യൂസ് ദ ഇക്വേഷൻ v is equal to u plus at. 0 is equal to 98 minus 9.8 or 9.8 t is equal to 98 or t is equal to 98 divided by 9.8 that is equal to 10 seconds. ഇത് എന്തിനുള്ള ടൈം? മുകളിലേക്ക് പോകാനെടുത്ത ടൈമാണ് 10 seconds. അപ്പോൾ താഴേക്ക് വരാൻ സെയിം 10. Therefore total time t is equal to 10 plus 10 that is equal to 20 seconds. ഇത് രണ്ട് പ്രാവശ്യമായിട്ടല്ലേ നമ്മൾ ചെയ്തത്? മുകളിലേക്ക് 10 താഴേക്ക് 10. ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്തിരുന്നാൽ മതി. ഈ കല്ല് ഇവിടെ നിന്ന് മുകളിൽ പോയി തിരിച്ച് താഴെ വന്നു. ഇനിഷ്യൽ വെലോസിറ്റി u, ആക്സലറേഷൻ g. താഴെ വന്ന് വീണാൽ ഡിസ്പ്ലേസ്മെന്റ് s0. മുകളിൽ പോയ ബോഡി തിരിച്ച് താഴെ വന്ന് വീണ് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് 0. ഇവിടെ s is equal to ut plus half at square എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുക. ആക്സലറേഷൻ നെഗറ്റീവ് ആണ്. ദാറ്റ് ഈസ് 0 is equal to 98t minus half into 9.8 into t square. That is equal to half into 9.8 t square is equal to 98 into t. T and t കൂടെ ക്യാൻസൽ ആയി. ഒരു t and t കൂടെ ക്യാൻസൽ ആയി. Therefore മറ്റേ t is equal to 2 into 98 divided by 9.8 that is equal to 20 seconds. ഒറ്റയടിക്ക് നമുക്ക് ആൻസർ കിട്ടി. മുകളിൽ പോയി താഴെ വരാനുള്ള ആൻസർ കിട്ടി. ഇവിടെ ആണെങ്കിൽ മുകളിലേക്ക് എടുത്തു, പിന്നീട് അത്രയും ടൈം തന്നെ താഴേക്ക് എടുക്കണം. അത് 2 ടൈമായിട്ട് എടുക്കണം. ഇവിടെ ഒറ്റയടിക്ക് നമുക്ക് ആൻസർ കിട്ടി 20 seconds. അങ്ങനെയും ചെയ്യാം. ഇതിന്റെ വിവിധ വശങ്ങൾ നമ്മൾ പഠിച്ചു വയ്ക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10. The initial velocity of a body moving along a straight line is 7 meters per second. U is equal to 7. It has a uniform acceleration a is equal to 4 meters per second square. What's the distance covered by the body in the 5th second? Sn കണ്ടുപിടിക്കുക. n is equal to 5. നേരത്തെ ചെയ്ത പോലൊരു ക്വസ്റ്റ്യൻ. Distance traveled Sn is equal to u plus a into n minus half. That is Sn is equal to u, that is 7, plus a, that is equal to 4 into 5 minus half. That is equal to 7 plus 4 into 4.5. 4.5 into 4 എന്ന് പറയുന്നത് 18. അതൊക്കെ ചെയ്തോണം. 7 plus 18, that is equal to 25 meter. That is the answer. Distance traveled in the 5th second is equal to 5th second സഞ്ചരിച്ച ഡിസ്റ്റൻസ് h അല്ലേ ഇത് n ആണ്. 25 meter. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ക്ലിയർ ആകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് എല്ലാം നമ്മൾ ബൈ ഹാർട്ട് ആക്കി വെക്കണം. അല്ലാതെ ഇപ്പൊ എസ് എൻ പറയുമ്പോഴത്തേക്ക് എസ് എൻ എന്തോന്ന് അന്തം വിട്ട് നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എസ് എൻ എന്താണെന്ന് നന്നായിട്ട് പഠിച്ചു വെക്കണം. നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ, തിയറി പാർട്ട് നല്ല ബേസ് ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ പ്രോബ്ലം ചെയ്യാവൂ. ഇപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പലർക്കും മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ പോയി തിയറി പാർട്ട് നന്നായിട്ട് പഠിക്കുക. പഠിച്ചിട്ട് വന്ന് ഇത് നോക്കിയാൽ മനസ്സിലാവും, ഇല്ലെങ്കിൽ മനസ്സിലാകില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചുമ്മാ ഒന്നും പ്രോബ്ലം ചെയ്യാൻ പറ്റില്ലേ. അടുത്ത 11th ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് എ കാർ ആക്സിലറേറ്റ് യൂണിഫോംലി ഫ്രം റെസ്റ്റ് ദാറ്റ് ഈസ് u is equal to 0 to reach a speed, final velocity is equal to 144 kilometer per hour ആണ്. അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ നേരത്തെ പറഞ്ഞിരുന്നു. 144 into 5 by 18. 144 divided by 18 എത്ര വരും? 8 വരും. അത് നിങ്ങൾ ചെയ്ത് കണ്ടുപിടിച്ചോണം. 8 വരും. 8 into 5 is equal to 40 meter per second. എത്ര സമയം കൊണ്ടാണ്? 20 seconds കൊണ്ട്. Then what is the distance covered എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ എന്താണ്? a തന്നിട്ടില്ല. ഒന്നിൽ a കണ്ടുപിടിച്ചിട്ട് v square is equal to u square plus 2as s is equal to ut plus half at square ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് a is equal to v minus u divided by t. അതിനകത്ത് എയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ദെൻ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എടുക്കുക. അതിനകത്ത് എസ് കണ്ടുപിടിക്കുക. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. ഞാൻ ചെയ്യാൻ പോകുന്നത് എസ് ഈസ് ഈക്വൽ ടു യു പ്ലസ് വി ഡിവൈഡഡ് ബൈ 2 into t, ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. ദാറ്റ് ഈസ് എസ് ഈസ് ഈക്വൽ ടു 0 plus 40 divided by 2 into 20. ദാറ്റ് ഈസ് ഈക്വൽ ടു 400 meter. ദിസ് ഈസ് ദ ആൻസർ. നിങ്ങൾ അത് വെച്ച് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് കറക്റ്റ് 400 meter കിട്ടും. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തത് തെറ്റ്. കറക്റ്റായിട്ട് ചെയ്താൽ 40 തന്നെ കിട്ടും. ഓക്കെ,
അടുത്ത ക്വസ്റ്റനകത്തേക്ക് നമുക്ക് ക്വസ്റ്റൻ നമ്പർ 12. എ ബോഡി ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ്. ഡ്രോപ്പ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ u0. After 2 seconds, another body is dropped from the same height. What is the separation between the two bodies 3 seconds after the release of? നല്ല ക്വസ്റ്റ്യൻ ആണിത്. അതായത് ഇവിടെ നിന്നൊരു ഫസ്റ്റ് ബോഡിയെ ഡ്രോപ്പ് ചെയ്തു. ആ ബോഡിയെ ഡ്രോപ്പ് ചെയ്ത് 2 സെക്കൻഡ് കഴിയുമ്പോൾ രണ്ടാമത്തെ ബോഡിയെ ഡ്രോപ്പ് ചെയ്തു. അവനെയും ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ബോഡി ആൾറെഡി 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് ഇവനെ വിട്ടത്. അത് കഴിഞ്ഞ് ഇവനെ ഇങ്ങനെ പോകും. അപ്പോൾ എപ്പോഴും എന്ത് പറ്റുമെന്നറിയാമോ? ഈ ബോഡിയേക്കാൾ 2 സെക്കൻഡ് കുറവായിരിക്കും ഇവൻ സഞ്ചരിക്കുക, അല്ലെങ്കിൽ ഇവനേക്കാൾ 2 സെക്കൻഡ് കൂടുതലായിരിക്കും ഇവൻ ട്രാവൽ ചെയ്യുക. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, എന്നേക്കാൾ 2 വർഷം മുമ്പേ ഒരാൾ ജനിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ ഞാനും അയാളായിട്ട് എപ്പോൾ നോക്കിയാലും 2 വയസ്സിന്റെ ഡിഫറൻസ് ആയിരിക്കും. അല്ലേ? നിങ്ങൾ നിങ്ങളുടെ ചേട്ടനുമായിട്ടോ അല്ലെങ്കിൽ അനിയനുമായിട്ടോ നിങ്ങൾ കമ്പയർ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ചേട്ടനേക്കാൾ 2 വയസ്സിന് താഴെയാണ് ജനിച്ചപ്പോൾ. ചേട്ടന് 2 വയസ്സുള്ളപ്പോഴാണ് നിങ്ങൾ ജനിക്കുന്നത്. ചിന്തിക്കുക. ഇനി എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങളും ചേട്ടനും തമ്മിലുള്ള ഡിഫറൻസ് എത്ര വയസ്സായിരിക്കും? 2 വർഷമായിരിക്കും. എന്ന് പറയുന്നത് പോലെ ഈ ബോഡിയെ ഡ്രോപ്പ് ചെയ്ത് 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇവൻ ഇവിടെ എത്തി. അപ്പോഴാണ് ഈ ബോഡിയെ ഡ്രോപ്പ് ചെയ്തത്. പിന്നെ ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. അപ്പോൾ എങ്ങനെ എടുത്തു കഴിഞ്ഞാലും ഈ രണ്ടാമത്തെ ബോഡി ഫസ്റ്റിലത്തെ ബോഡിയേക്കാൾ 2 സെക്കൻഡ് പുറകിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ബോഡി സെക്കൻഡ് ബോഡിയേക്കാൾ 2 സെക്കൻഡ്സ് ഫോർവേഡ് ആയിരിക്കും. ഇനി നമ്മളിത് പറഞ്ഞിരിക്കുന്നത് എന്താ? വാട്ട് ഈസ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ 2 ബോഡീസ് 3 seconds ആഫ്റ്റർ ദ റിലീസ് ഓഫ് സെക്കൻഡ് ബോഡി. രണ്ടാമത്തെ ബോഡി റിലീസ് ചെയ്ത് 3 സെക്കൻഡ് കഴിയുമ്പോൾ ഇവൻ 5 seconds താഴേക്ക് സഞ്ചരിച്ചിട്ടുണ്ടാവും. ഉറപ്പ്. കാരണം ഇവൻ 2 സെക്കൻഡ് കൂടുതലാണ്. ഇനി ഇവനാണ് 3 സെക്കൻഡ് സഞ്ചരിച്ചെങ്കിൽ ഇവൻ 1 സെക്കൻഡേ സഞ്ചരിക്കും. മനസ്സിലാവുന്നുണ്ടേ? ഇവൻ സഞ്ചരിച്ച് ഇവൻ ഡ്രോപ്പ് ചെയ്ത് 3 സെക്കൻഡ് കഴിയുമ്പോൾ ഇവൻ 5 സെക്കൻഡ് സഞ്ചരിക്കും. ഫ്രീലി ഫാളിംഗ് അല്ലേ? ഇവന്റെ ഹൈറ്റിന് ഞാൻ x എന്ന് എടുക്കുന്നു, ഇവനെ ഞാൻ y എന്നും എടുത്താൽ x is equal to half into g into 5 square and y is equal to half into g into 3 square. Therefore, difference between these two is equal to s, that s is equal to x minus y, that is half into g into 5 square minus 3 square. പിടികിട്ടിയോ? ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ h എപ്പോഴും ഹാഫ് ജി ടി സ്ക്വയർ ആണ്. അത് ഞാൻ 1-2 കേസ് ഞാൻ ഒന്ന് പറഞ്ഞു തന്നിട്ടേ നിർത്തത്തുള്ളൂ. കാരണം u0 ആണ്. യൂസ് ദ ഇക്വേഷൻ s is equal to ut plus half at square. ഹിയർ രണ്ടുപേർക്കും u0 ആണ്. Therefore, ആദ്യത്തെവൻ താഴേക്ക് സഞ്ചരിച്ച ഡിസ്റ്റൻസ് x is equal to half into g into 5 square മറ്റേത് ചെയ്ത്. That is, it is equal to half into 10 into 25 minus 9. That is equal to 5 into 16. That is 80 meter. This is the answer. The difference between them is equal to 80. G യുടെ വാല്യൂ 10 എന്ന് എടുത്താൽ G യുടെ വാല്യൂ 9 പോയിന്റ് എടുത്താൽ 10-നേക്കാൾ ഇച്ചിരി കുറഞ്ഞു കിട്ടും. ജിയുടെ വാല്യൂ 10 എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് 9.8 തന്നെ എടുക്കുക. 9.8. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 4.9. ജിയുടെ വാല്യൂ 10 എന്ന് എടുക്കാൻ പറയുന്നില്ല എങ്കിൽ അത് തന്നെ ചെയ്യണം. 4.9 into 16. അതാണ് അതിന്റെ ആൻസർ. 8 നിന്ന് 1.6 പറയുക 78.4. എന്ന് കിട്ടും. കറക്റ്റ് ആൻസർ. മനസ്സിലാവുന്നുണ്ടേ? ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ 2 കേസ് ഞാൻ പറയാം. അതൊന്ന് നമ്മൾ പഠിച്ചു വെക്കണം. ഇത് തീർത്തതിന് ശേഷം ഞാൻ പറയാം, അവസാനം പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13. The velocity time graph of a ball thrown vertically upward with an initial velocity. നമ്മൾ നേരത്തെ വരച്ചതാണ്. ഒരു ബോഡിയെ മുകളിലേക്ക് എറിയുമ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചതാണ്. കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഓർക്കുക ഏരിയ അണ്ടർ, ശ്രദ്ധിച്ചോണം, ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഡിസ്പ്ലേസ്മെന്റ് എടുക്കുമ്പോൾ ഫസ്റ്റിലത്തെ ഏരിയ മൈനസ് സെക്കൻഡ് ഏരിയ, മുകളിലത്തെ ഏരിയയെ താഴത്തെ ഏരിയയിൽ നിന്ന് മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് ഏരിയ ഓഫ് ഫസ്റ്റ്. ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ ഏരിയ ഓഫ് ഫസ്റ്റ് പ്ലസ് ഏരിയ ഓഫ് സെക്കൻഡ്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ?
മുകളിലേക്ക് പോകുന്നതാണ് ഈ ഏരിയ, തിരിച്ചു വരുന്നതാണ് താഴത്തെ ഏരിയ. അപ്പോൾ ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടൂ. അതാണ് അതിന്റെ കാരണം. പോയി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വാട്ട് ഈസ് ദ ഫസ്റ്റ് ഏരിയ? ഹാഫ് BH. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബിയുടെ വാല്യൂ എത്രയാണ്? ബിയുടെ വാല്യൂ 10 ഇൻറ്റു H എത്രയാണ്? 100 മൈനസ്, ഇവിടെ എടുക്കുമ്പോൾ ഓർക്കുക പ്ലസ് എടുക്കരുത്, മൈനസ് എടുക്കാവൂ. മൈനസ് ആണ് എടുക്കേണ്ടത്. മൈനസ് ഡിസ്പ്ലേസ്മെന്റ് എടുക്കുമ്പോൾ മൈനസ്. താഴത്തെ ഏരിയ എത്രയാണ്? ഹാഫ് ഇൻറ്റു ബി, അതും 10 ആണ്, ഇൻറ്റു H 100 ആണ്. Therefore answer is equal to 500. ഇത് 5 വരും. 500 മൈനസ് 500 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഡിസ്പ്ലേസ്മെന്റ് 0. കാരണം ഈ ഏരിയയും ഈക്വൽ ആണ്. എന്നാൽ ഡിസ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് മുകളിലേക്ക് പോയതും താഴേക്ക് പോയതും കൂടി ആഡ് ചെയ്യണം. Therefore distance is equal to area first plus area second. That is equal to half into 10 into 100 plus half into 10 into 100. That is equal to 1000 meter. മറന്നു കളയരുത്. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുമ്പോൾ പോസിറ്റീവ് ഏരിയയിൽ നിന്നും നെഗറ്റീവ് ഏരിയ മൈനസ് ചെയ്യണം. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ പോസിറ്റീവ് ഏരിയ നെഗറ്റീവ് ഏരിയയും കൂടെ ആഡ് ചെയ്യും. മനസ്സിലായോ? അതായത് പോസിറ്റീവ് ഏരിയ ഇങ്ങോട്ടേക്ക് പോകുന്ന ഡിസ്റ്റൻസ് ആണ് S1, തിരിച്ചു വരുന്നതാണ് നെഗറ്റീവ് ഏരിയ S2. അപ്പോൾ S1ൽ നിന്ന് S2 മൈനസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടത്തുള്ളൂ. ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടേ? ഡിസ്റ്റൻസ് എന്നത് ടോട്ടൽ ലെങ്ത് ആണ്, രണ്ടും കൂടി ആഡ് ചെയ്യണം. ഇത് കല്ല് മേളിൽ പോയി തിരിച്ച് താഴെ വന്നു, ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 0 അല്ലയോ? കല്ല് മേളിൽ പോയി തിരിച്ച് താഴെ വന്നു ഞാൻ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 0. അത് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതാണ് അതിന്റെ ആൻസർ. പക്ഷെ ഡിസ്റ്റൻസ് ആണെങ്കിൽ മേലോട്ട് പോകുന്നതും താഴോട്ട് വരുന്നതും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് 2 objects A and B are shown below. Which body has greater velocity? നമുക്കറിയാം സ്ലോപ്പ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് വെലോസിറ്റി. ഹിയർ സ്ലോപ്പ് ഓഫ് A ഈസ് ഗ്രേറ്റർ ദാൻ സ്ലോപ്പ് ഓഫ് B. Therefore velocity of A is greater than velocity of B. Simple. ഇപ്പൊ ചോദിക്കും വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ വെലോസിറ്റി? ഒന്നുമില്ല, വെലോസിറ്റി ഓഫ് A ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് B ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് A ഡിവൈഡഡ് ബൈ സ്ലോപ്പ് ഓഫ് B ആണല്ലോ. വെലോസിറ്റി ഈസ് ഈക്വൽ ടു സ്ലോപ്പ്. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ആണ്. ദാറ്റ് ഈസ് ടാൻ എയുടെ ആംഗിൾ എത്രയാണ്? ടാൻ 60 ഡിവൈഡഡ് ബൈ ടാൻ 30. ടാൻ 60 ഡിവൈഡഡ് ബൈ ടാൻ 30. ടാനും 0യും കൊണ്ട് വെട്ടിക്കളഞ്ഞിട്ട് 3/2 2 എന്ന് എഴുതി വെക്കരുത്, തെറ്റാണ്. ടാനും ഒന്നും അങ്ങനെ വെട്ടാൻ പറ്റൂല. ടാൻ 60 എത്രയാണ്? ടാൻ 60യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ട്രിഗണോമെട്രി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, പോയി അത് പഠിക്കുക. ടാൻ 60യുടെ വാല്യൂ √3 ആണ്, ടാൻ 30യുടെ വാല്യൂ 1/√3 ആണ്. Therefore answer is equal to 3:1. കാരണം √3 into √3 എന്ന് പറയും. √3 into √3 is equal to 3. Therefore answer is equal to 3 or 3:1. This is the answer. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചോണം, പഠിച്ചോണം. ഇതൊക്കെ മനസ്സിലാവുന്നില്ല എങ്കിൽ തിയറി പാർട്ട് എടുത്ത് നോക്കണം. തിയറി പാർട്ട് പഠിച്ചാൽ ഇതൊക്കെ മനസ്സിലാവും. നന്നായിട്ട് പഠിച്ചോണം നിങ്ങൾ. ഇതൊന്നും പഠിക്കാൻ നമുക്ക് അടുത്ത ചാപ്റ്റർ കംപ്ലീറ്റ് ഇതൊക്കെ തന്നെയാണ് എടുക്കുന്നത്. 2 dimensional മോഷൻ, 1 dimension അത് പഠിച്ച എല്ലാ ഇക്വേഷൻസും അവിടെ വേണം. അതുകൊണ്ട് ഇത് നന്നായിട്ട് പഠിച്ചാൽ 2 dimension നന്നായിട്ട് മനസ്സിലാവും, ഇല്ലെങ്കിൽ മനസ്സിലാകില്ല. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസേ നമുക്ക് ഇതിനകത്തുള്ളൂ. 14 ക്വസ്റ്റ്യൻസ്. ഇനി ഞാൻ 1-2 കാര്യം പറയുന്നു, അത് നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഒരു ബോഡിയെ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്താൽ, ഇത് കേസസ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. കേസസ്. ഒരു ബോഡിയെ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്താൽ U is equal to 0, ഡിസ്പ്ലേസ്മെന്റ് H, ആക്സലറേഷൻ G, താഴെ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അയാളുടെ വെലോസിറ്റി V. ഈ ഫൈനൽ വെലോസിറ്റി 0 എന്ന് എടുത്തു കളയരുത്.
ഗ്രൗണ്ടിൽ വന്ന് ടച്ച് ചെയ്യുന്നതിന് തൊട്ടു മുമ്പുള്ള വെലോസിറ്റിയാണ് ഫൈനൽ. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയി പോകും. ടച്ച് ചെയ്യുന്നതിന് തൊട്ടു മുമ്പുള്ള വെലോസിറ്റിയാണ് ഫൈനൽ വെലോസിറ്റി. ഇവിടെ നമ്മൾക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിക്കുമ്പോൾ എന്ത് കിട്ടും? ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0 പ്ലസ് GT. ഡിസ്പ്ലേസ്മെന്റ് H ഈസ് ഈക്വൽ ടു 0 പ്ലസ് ഹാഫ് GT സ്ക്വയർ. And final velocity square is equal to 0 square plus 2gh. കാരണം u 0 ആയതുകൊണ്ടാണ് ഇതെല്ലാം വന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് കിട്ടും? ഒരു ഡ്രോപ്പ് ചെയ്യുന്ന ബോഡിയുടെ കേസിൽ v is equal to gt, h is equal to half gt square and v square is അല്ലെങ്കിൽ v is equal to root of 2gh. ഇത് മൂന്നും പഠിച്ചു വെക്കണം. v square is equal to 2gh, therefore v is equal to root of 2gh. ഒരു ബോഡിയെ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്താൽ ഫൈനൽ വെലോസിറ്റി ഒന്നുകിൽ GT അല്ലെങ്കിൽ v is equal to root of 2gh. h ആണ് തരുന്നതെങ്കിൽ v is equal to root of 2gh. ടൈം ആണ് തരുന്നതെങ്കിൽ GT. അതുപോലെ തന്നെ h is equal to half GT square. തിരിച്ച് ഒരു ബോഡിയെ നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് നേരെ മുകളിലേക്ക് എറിയുകയാണെന്ന് എഴുതുക വിത്ത് എ വെലോസിറ്റി u. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് h, മുകളിൽ എത്തിച്ചേരുന്ന ഹൈറ്റ് h, g നെഗറ്റീവ്, ഫൈനൽ വെലോസിറ്റി 0. ഇവന്റെ കേസിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? Final velocity is equal to u minus gt. രണ്ടാമത്തെ ഇക്വേഷൻ h is equal to ut minus half gt square. അടുത്തത് 0 square is equal to u square minus 2gh. u square minus 2gh. ഇതിനകത്ത് നിന്ന് നമുക്ക് എന്ത് പറയാം? u is equal to gt ഒരു ഇക്വേഷൻ. രണ്ടാമത്തത് h is equal to അത് തന്നെയാണ്. മൂന്നാമത്തെ ഇക്വേഷനകത്ത് നമുക്ക് എന്ത് പറയാം? രണ്ടാമത്തെ ഇക്വേഷൻ അത് തന്നെ, മാറ്റമില്ല. മൂന്നാമത്തെ ഇക്വേഷൻ നമുക്ക് എന്ത് പറയാം? u square is equal to 2gh or h is equal to u square by 2g. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൂന്ന് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ബോഡിയെ മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്താൽ h is equal to half gt square, v is equal to root of 2gh. ഇതിനകത്ത് ഒരു ഇക്വേഷൻ കൂടെ കിട്ടും. ടൈം ടേക്കൺ ടു റീച്ച് ദ ഗ്രൗണ്ട് t is equal to or അടുത്തൊരു ഇക്വേഷൻ ആണ് t is equal to 2h by g the whole root. ഇതൊക്കെ പഠിച്ചു വയ്ക്കണം എപ്പോഴും. ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ഇത്രയും പഠിക്കണം. ഒരു ബോഡിയെ മുകളിൽ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്താൽ h is equal to half gt square, t is equal to 2h by g and v is equal to root of 2gh. മുകളിലേക്ക് എടുത്തെറിയുകയാണെങ്കിൽ ഇത് മാത്രം പഠിച്ചാൽ മതി. h is equal to u square divided by 2g. ഓർക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതുപോലെ എഴുതി സോൾവ് ചെയ്ത് കണ്ടുപിടിച്ചോളാം. ഈ 2-3 കേസും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇത്രയും ആയപ്പോൾ നമ്മുടെ 1-dimensional motion or motion of a particle along a straight line കംപ്ലീറ്റ് ആയി. ബാക്കി നിങ്ങൾ മറ്റു ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇനി നമ്മൾ അടുത്ത പറഞ്ഞാൽ നമുക്ക് പ്രൊജക്ടൈൽ മോഷൻ ആയിരിക്കും. 2-dimensional മോഷൻ. 2-dimensional മോഷനകത്താണ് വെക്ടേഴ്സ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ നമ്മൾ വെക്ടർ എടുക്കും, അത് കഴിഞ്ഞ് പ്രൊജക്ടൈൽ മോഷൻ എടുക്കും, അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സർക്കുലർ മോഷൻ എടുക്കൂ. ശരിക്കും വെക്ടേഴ്സ് ഈ ചാപ്റ്ററിന് മുമ്പ് എടുക്കേണ്ടത്, കാരണം അത് എന്തുമാത്രം വെക്ടർ വന്നെന്നറിയാമോ? നേരത്തെ എടുക്കേണ്ടതായിരുന്നു. ശരി, നമ്മളിത് വെക്ടർ ഇപ്പോൾ അടുത്ത നെക്സ്റ്റ് വെക്ടർ ആയിരിക്കും, വെക്ടേഴ്സ്. അത് നന്നായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞ് പ്രൊജക്ടൈൽ മോഷൻ അത്. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഒരു കാര്യം കൂടി ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക, നമ്മുടെ ലിങ്കുകൾ ഷെയർ ചെയ്യുക, അവരും പഠിക്കട്ടെ. ഓക്കെ.